ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ജോൺ മരിയ വിയാനി ഇപ്രകാരം നമ്മോട് പറഞ്ഞു വെക്കുകയാണ്: വിശുദ്ധ ജപമാല രഹസ്യങ്ങൾ ഭക്തിയോടുകൂടി ധ്യാനിക്കുകയും അതേസമയം പാപാവസ്ഥയിൽ തുടരുകയും ചെയ്യുക എന്നത് അസാധ്യമാണ്. സ്നേഹമുള്ളവരെ, ജപമാല രഹസ്യം ഭക്തിയോടുകൂടി ധ്യാനിക്കുമ്പോൾ നമ്മൾക്ക് പാപത്തിൽ നിന്ന് മാറി നിൽക്കുവാനും പാപസാഹചര്യങ്ങളിൽ നിന്ന് മാറിപ്പോകുവാനും നമുക്ക് പ്രത്യേകമായ ശക്തി ലഭിക്കും. കാരണം ഈശോയും പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെയും പരിശുദ്ധമായ ദൈവത്തിൻ്റെതുമായ കാര്യങ്ങളാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശോ ഭൂമിയിലേക്ക് കടന്നു വന്ന് ഈശോ മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെട്ട് ജീവിച്ചതും ഈശോയുടെ ജനനവും പീഡാസഹനങ്ങളും കുരിശുമരണവും ഉത്ഥാനവും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും ശിഷ്യന്മാരുടെ പ്രേക്ഷിത ദൗത്യങ്ങളുമെല്ലാം നമ്മൾ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിക്കുകയാണ്. ബെനഡിക്ട് 16 മാർപ്പാപ്പ പറഞ്ഞു വെക്കുക: ജപമാല രഹസ്യങ്ങൾ ധ്യാനിക്കുന്നില്ലെങ്കിൽ അത് ആത്മാവില്ലാത്ത ശരീരം പോലെ എന്നാണ്. ജപമാല രഹസ്യങ്ങളെല്ലാം ധ്യാനിക്കണമെന്നും നമ്മളെ വിശുദ്ധൻ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ജപമാല ചെല്ലുമ്പോൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുവാൻ ഇടവരുത്തണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധമാവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധമേ ആശ്രയ മാതാവെ ഞങ്ങൾക്ക് കൂടി പ്രത്യേകം മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എന്നെ ശ്രവിക്കുന്ന എവരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.